E20 ഇന്ധന മിശ്രണ പദ്ധതിക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മെറ്റയ്ക്കും എക്സിനും ഗൂഗിളിനും നിർദ്ദേശം നൽകണമെന്നതാണ് ആവശ്യം. ഇന്ധന മിശ്രണ പദ്ധതിയിൽ ഉത്തരവാദിത്തമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം E20 പെട്രോളിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവിധ ഗതാഗത അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തും. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈബീഡൻ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ശ്യാം ദേവരാജും നോബൽ വാരിക്കാരനും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ശ്യാമിലേക്കാണ്. ശ്യാം, ഗഡ്കരി കോടതിയെ സമീപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ ഇതിൽ ആരോപണം നേരിടേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ എതിരെയുള്ള പോസ്റ്റുകൾ നീക്കണമെന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാധു, കഴിഞ്ഞ ദിവസം തന്നെ CJPയുടെ ഈ പ്രതിഷേധം വളരെ വലിയ വിജയമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് E20 EJP എന്ന പുതിയ ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ ലക്ഷ്യം വരുന്നത് ഈ നിതിൻ ഗഡ്കരിയെ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യം വെച്ചാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ വലിയ വ്യാജ പ്രചരണം തനിക്കെതിരെ നടക്കുന്നു എന്ന, തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്നു എന്ന ആക്ഷേപമുയർത്തിയാണ് നിതിൻ ഗഡ്കരി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. E20 ഇന്ധന മിശ്രണ പദ്ധതിയിലെ വ്യാജ പ്രചാരണങ്ങൾ നീക്കണം എന്നതാണ് ആവശ്യം. മെറ്റയ്ക്കും എക്സിനും ഗൂഗിളിനുമെതിരെയാണ് ബോംബെ ഹൈക്കോടതിയിൽ നിതിൻ ഗഡ്കരി ഹർജി നൽകിയത്. വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഇന്റർമീഡിയറീസിന്, അതായത് ഈ ഗൂഗിളിനും മെറ്റയ്ക്കും എക്സിനും ഉൾപ്പെടെ നിർദ്ദേശം നൽകണം. E20 ഇന്ധന മിശ്രണ പദ്ധതിയിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് നിതിൻ ഗഡ്കരി സ്വീകരിക്കുന്ന നിലപാട്. ആ നിലപാട് ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മാത്രമല്ല, തനിക്കും കുടുംബത്തിനും ഈ ഇന്ധന മിശ്രണ പദ്ധതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പങ്കില്ല. തനിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നത്. 26 വ്യാജ പ്രചാരണ വീഡിയോകൾ നീക്കണം എന്ന കാര്യവും കൂടിയാണ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. മാത്രമല്ല, 2003 എഥനോൾ മിശ്രണ നയം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബാംഗങ്ങൾ E20 നയത്തിന്റെ ഗുണഭോക്താക്കളാണ് എന്ന വാദം, പ്രചാരണം വ്യാജമാണ്. ഈ വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ മെറ്റയ്ക്കും എക്സിനും ഗൂഗിളിനും നിർദ്ദേശം നൽകണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ബോംബെ ഹൈക്കോടതിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉന്നയിക്കുന്നത്.